നല്ലൊരു അടിപൊളി എപ്പിസോഡാണ്. മാനസ സ്വപ്നത്തിൽ പോലും പ്രതീക്ഷിക്കാത്തൊരു പണിയാണ് മാനസിക്ക് കിട്ടാൻ പോകുന്നത്. ഇന്നത്തെ എപ്പിസോഡിൽ ആന്റന കാണിക്കുന്നത് മഹിയെ വശീകരിച്ച് കൃഷ്ണൻ കൺമണി എങ്ങോട്ടാണ് പോയിരിക്കുന്നതെന്ന് അറിയുന്നതിന് വേണ്ടി ശ്രീദേവിയുടെ ഒരു ലഡു പ്രയോഗമാണ്. ഒരു ലഡു മഹിക്ക് കൊടുക്കുകയാണ്. അതിനുശേഷം മഹി നോക്കിയിരിക്കുന്ന കൺമണി വരച്ച പണ്ടത്തെ ഡിസൈൻ നോക്കിയിരിക്കുകയാണ് ശ്രീദേവി. തുടർന്ന് ശ്രീദേവി പിന്നെ മഹിയോട് ഈ ഡിസൈൻ ആരാണ് വരച്ചതെന്ന് ചോദിച്ചുകൊണ്ട് മഹിയുടെ പുറകിലൂടെ ഇങ്ങനെ ചാഞ്ഞു നിൽക്കുകയാണ്. എന്നാൽ അത് കണ്ട് കിളി പോയി നിൽക്കുകയാണ് മഹി പിന്നെ ചുറ്റുമുള്ളതൊന്നും കാണുന്നില്ല. മഹി മറ്റേതൊരു ലോകത്താണ്. എന്നാൽ ഈ സമയത്ത് മഹി ശ്രീദേവിയുടെ കണ്ണുകളിലേക്ക് ഇങ്ങനെ നോക്കിക്കൊണ്ട് നിൽക്കുകയാണ്. എന്നാൽ ഇതെല്ലാം ശ്രീദേവി അറിഞ്ഞുകൊണ്ട് തന്നെയാണ് ചെയ്യുന്നത്. തുടർന്ന് ശ്രീദേവി പിന്നെ മഹിയോട് അയ്യോ സാർ ഞാൻ അറിഞ്ഞില്ല, സോറി സാർ എന്നൊക്കെ പറഞ്ഞ് ശരിക്കും നിൽക്കുകയാണ്. എന്നാൽ അപ്പോഴും മഹി മറ്റേതോ ലോകത്താണ്. തുടർന്ന് ശ്രീദേവി പിന്നെ കൺമണിയുടെ ഡിസൈനെ കുറിച്ച് സംസാരിക്കുകയാണ്. എന്നാൽ അതൊന്നും മഹി കേൾക്കുന്നില്ല. മഹിയുടെ എഞ്ചിൻ ഔട്ട് കംപ്ലീറ്റ്ലി. തുടർന്ന് ശ്രീദേവി പിന്നെ മഹിയോട് ആ ശങ്കർമോഹന്റെ പ്രോജക്റ്റിന് വേണ്ടി കൺമണി ഇപ്പോൾ ഡിസൈൻ ചെയ്യുകയായിരിക്കുമല്ലേ, കൺമണി ഇപ്പോൾ എവിടെയാണ് പോയിട്ടുണ്ടാവുക? എന്നാൽ അതൊന്നും മഹി കേൾക്കുന്നില്ല. തുടർന്ന് ശ്രീദേവി പിന്നെ മഹിയോട് എനിക്കും ഇതുപോലെ എന്തെങ്കിലും ഡിസൈൻ ചെയ്യുന്ന സമയം വരികയാണെങ്കിൽ ഞാനും ഇതുപോലെ കൺമണി പോലെ ഒറ്റയ്ക്ക് ഇരുന്നാണ് ഡിസൈൻ ചെയ്യാറ്. അതിനുവേണ്ടി ഞാൻ ഗോവയിലേക്കാണ് പോകാറ്. ഗോവയിൽ എനിക്ക് ഒറ്റയ്ക്ക് ഇരുന്ന് ഡിസൈൻ ചെയ്യുന്ന ഒരു മുറിയുണ്ടെന്ന് പറയുകയാണ്. അതുപോലെ കൺമണി എവിടെ ഇരുന്നാണ് ഡിസൈൻ ചെയ്യുക എന്ന് മഹിയോട് ചോദിക്കുകയാണ് ശ്രീദേവി. എന്നാൽ അത് കേട്ട് മഹി ഒന്നും തന്നെ പറയുന്നില്ല. തുടർന്ന് ശ്രീദേവി എനിക്ക് മനസ്സിലായി, കോൺഫിഡൻഷ്യൽ ആണല്ലേ, വേണ്ട സാർ എന്നോട് പറയണ്ട എന്ന് പറയുകയാണ്. തുടർന്ന് മഹി ശ്രീദേവിയോട് പറയാൻ എനിക്ക് എന്താണ് ഒരു ബുദ്ധിമുട്ട്, കൃഷും കൺമണി ഇവിടെയില്ല, കൃഷും കൺമണി പൊന്നുമേട്ടിലാണെന്ന് പറയുകയാണ്. എന്നാൽ അത് കേട്ട് ശ്രീദേവി പൊന്നുമേട്ടിലോ, ഞാനും അവിടെ 2-3 തവണ പോയിട്ടുണ്ടെന്ന് പറയുകയാണ്. അവിടെ അവരെവിടെയാണ് താമസിക്കുന്നത് ചോദിക്കുകയാണ്. തുടർന്ന് മഹി വള്ളിപുള്ളി തെറ്റാതെ കേണലിന്റെ വീട് അഡ്രസ് പറഞ്ഞു കൊടുക്കുകയാണ് ശ്രീദേവിക്ക്. പാവം മഹി ഇത്ര നിഷ്കളങ്കനാണെന്ന് അറിഞ്ഞില്ല. 10 രൂപയുടെ ഒരു പൂത്ത ലഡു കൊടുത്തപ്പോൾ മഹി ഉള്ള സത്യം തത്ത പറയുന്ന പോലെ പറഞ്ഞു. തുടർന്ന് മഹി പിന്നെ ശ്രീദേവിയോട് അയ്യോ ശ്രീദേവി ഈ കാര്യം എനിക്കും ദേവിജിക്കും മാത്രമേ അറിയുള്ളൂ. എന്നാൽ അത് കേട്ട് ശ്രീദേവി സാർ അതോർത്തൊന്നും വിഷമിക്കണ്ട, ഇപ്പോഴും അങ്ങനെ തന്നെയാണ്, സാറിനും ദേവിജിക്കും മാത്രം തന്നെയാണ് കൃഷി കൺമണി എവിടെയുള്ളതെന്ന് അറിയുള്ളൂ. അവർ രണ്ടുപേരും പൊന്നുമേട്ടിലാണെന്നുള്ള കാര്യം ഞാൻ എന്റെ മനസ്സിൽ നിന്ന് മായ്ച്ചു കളഞ്ഞു. പാവം ഞാൻ, എനിക്ക് എഴുതാനല്ലേ അറിയൂ, വായിക്കാൻ അറിയില്ലല്ലോ. എന്നാൽ അത് കേട്ട് മഹി ഇങ്ങനെ തല ഉയർത്തി ഇങ്ങനെ നിൽക്കുകയാണ്, ഞാൻ ആരാ മോൻ എന്ന രീതിയിൽ. തുടർന്ന് ശ്രീദേവി പിന്നെ മഹിയോട് അല്ല സാർ എനിക്ക് ജിമ്മിലേക്ക് ഒരു അഡ്മിഷന്റെ കാര്യം എന്തായെന്ന് ചോദിക്കുകയാണ്. എനിക്കൊരു അഡ്മിഷൻ എടുത്ത് തരാമെന്ന് പറഞ്ഞിട്ട് സാർ അത് മറന്നോ എന്ന് ചോദിക്കുകയാണ്. എനിക്കും സാറിന്റെ കൂടെ വർക്കൗട്ട് ചെയ്യണം സാർ എന്ന് പറഞ്ഞുകൊണ്ട് മഹിയുടെ മസിലിൽ ഒരു നുള്ളു കൊടുക്കുകയാണ് ശ്രീദേവി. എന്നാൽ അത് കേട്ട് മഹി അതിനെന്താ അടുത്തയാഴ്ച തന്നെ ഞാൻ ശ്രീദേവിക്ക് അവിടെ അഡ്മിഷൻ എടുത്തു തരാമെന്ന് പറയുകയാണ്. തുടർന്ന് ശ്രീദേവി അവിടുന്ന് പോയ ശേഷം മഹി തന്റെ നെഞ്ചത്ത് ഇങ്ങനെ ഒഴിഞ്ഞു നിൽക്കുകയാണ്. ഈശ്വര, അവളെന്റെ ഹൃദയം അടിച്ചുകൊണ്ട് പോയല്ലോ. തുറന്നു കാണിക്കുന്നത് ശ്രീദേവി വേഗം തന്നെ ഈ കാര്യം മാനസിയെ വിളിച്ചറിയിക്കുകയാണ്. ഈ ചൂടുള്ള വാർത്ത മാനസിയെ വിളിച്ചറിയിക്കുകയാണ്. കൃഷി കൺമണിയും പോയിരിക്കുന്നത് പൊന്നുമേട്ടിലേക്കാണെന്ന് മാനസിയെ അറിയിക്കുകയാണ്. എന്നാൽ അത് കേട്ട് മാനസി ഒന്ന് ഞെട്ടി നിൽക്കുകയാണ്. തുടർന്ന് മാനസ പിന്നെ ശ്രീദേവിയോട് നീ സത്യം തന്നെയാണോ പറയുന്നത്, അതോ മഹി നിന്നെ പറ്റിച്ചതാണോ എന്ന് ചോദിക്കുകയാണ്. എന്നാൽ അത് കേട്ട് ശ്രീദേവി സത്യത്തിൽ മഹിയെ ഞാനാണ് പറ്റിച്ചത് മാഡം, മഹി പറഞ്ഞ സത്യം തന്നെയാണ്, കൃഷി കൺമണി പോയിരിക്കുന്നത് പൊന്നുമേട്ടിലേക്കാണ്. അവർ രണ്ടുപേരും അവിടെ ഒരു വീട്ടിൽ താമസിക്കുകയാണ്. ഒരു കേണലിന്റെ വീട്ടിലാണ് അവർ സുഖിച്ച് ജീവിക്കുന്നത്. മഹി എന്നോട് വള്ളിപുള്ളി തെറ്റാതെ എല്ലാം പറഞ്ഞിരിക്കുകയാണ്. പാവം മഹി, അവൻ എന്നെ കണ്ണടച്ച് വിശ്വസിച്ചിരിക്കുകയാണ്. മഹി അന്നീ സ്വപ്നം കണ്ട് ഫ്ലാറ്റ് ആയിരിക്കുകയാണ് മാഡം ഒരു കാരണവശാലും കൺമണി ശങ്കർ മോഹന്റെ ആ ഡിസൈൻ ആ പ്രോജക്റ്റ് കംപ്ലീറ്റ് ചെയ്യരുത്. കൺമണി അത് വരച്ച് കംപ്ലീറ്റ് ചെയ്യാൻ മാഡം സമ്മതിക്കരുത്. ഞാൻ ചെയ്യാനുള്ളത് ഞാൻ ചെയ്തു. ബുദ്ധിപരമായി എനിക്ക് ചെയ്യാൻ സാധിക്കുന്നതല്ല ഞാൻ ചെയ്തു കഴിഞ്ഞിരിക്കുകയാണ്. ഇനി ബുദ്ധി ഉപയോഗിച്ച് ഇനി മാഡമാണ് ചെയ്യേണ്ടത്. ഇതും പറഞ്ഞുകൊണ്ട് ശ്രീദേവി ഫോൺ വയ്ക്കുകയാണ്. തുടർന്ന് മാനസ ഇങ്ങനെ ചിന്തിച്ചു നിൽക്കുകയാണ്. ഇനി ബുദ്ധി ഉപയോഗിച്ച് എങ്ങനെയാണ് കൺമണിക്ക് ഒരു പണി കൊടുക്കുക, അതിങ്ങനെ ചിന്തിച്ചുകൊണ്ട് നിൽക്കുകയാണ് മാനസ. എന്നാൽ ഈ സമയത്ത് അങ്ങോട്ടേക്ക് ആന്റിയമ്മ വരികയാണ്. തുടർന്ന് ആന്റിയമ്മ പിന്നെ മാനസിയോട് മാനസ നീ എന്താണ് ചിന്തിക്കുന്നതെന്ന് ചോദിക്കുമ്പോൾ മാനസ നല്ല ദേഷ്യത്തിൽ പിന്നെ ആന്റിയമ്മയോട് കൃഷി കൺമണി പോയിരിക്കുന്ന പൊന്നുമേട്ടിലേക്കാണ്. അവിടെ ഒരു കേണലിന്റെ വീട്ടിൽ രണ്ടുപേര് സുഖിച്ച് ജീവിക്കുകയാണ്. ആന്റിയമ്മ വേഗം തന്നെ ഈ കാര്യം നമുക്ക് സുജാത ആന്റിയെ അറിയിക്കാമെന്ന് പറയുമ്പോൾ ആന്റിയമ്മ മാനസിയെ തടയുകയാണ്. നീ ഇങ്ങനെ കണ്ടതും പിടിച്ചതിനെ അല്ല സുജാതയുടെ അടുത്ത് പോയിട്ട് പറഞ്ഞിട്ട് കാര്യമില്ല. അനങ്ങുന്നതെല്ലാം സുജാതയോട് പറഞ്ഞ് പരാതി പറയാൻ തുടങ്ങിയാൽ സുജാതയ്ക്ക് നീ ഒരു ബാധ്യതയായി മാറും, നീ ഒരു ശല്യമായി തീരും. അവസാനം സുജാത തന്നെ നിന്നെ ഈ വീട്ടിൽ നിന്ന് അടിച്ചു പുറത്താക്കും. അതുകൊണ്ട് നീ തൽക്കാലം സുജാതയോട് ഒന്നും തന്നെ പറയണ്ട. എന്തായാലും സുജാത എനിക്ക് ഉറപ്പ് തന്നിരിക്കുകയാണ്, കൃഷിന്റെയും നിന്റെയും കല്യാണം മാത്രമേ നടക്കൂ എന്ന് സുജാത എനിക്ക് ഉറപ്പ് തന്നിരിക്കുകയാണ്.
അതുകൊണ്ട് ഇനി എന്തെങ്കിലും ചെയ്യാനുണ്ടെങ്കിൽ അത് നിനക്ക് മാത്രമാണ്. നീ ഒരു കാര്യം ചെയ്യും, നീ വേഗം തന്നെ പെട്ടിയെല്ലാം പാക്ക് ചെയ്ത് ആ കുഞ്ഞുമേട്ടിലെ കേണലിന്റെ വീട്ടിലേക്ക് ചെല്ലാൻ പറയുകയാണ്. എന്നാൽ അത് കേട്ട് മാനസ, അയ്യോ ആന്റിയമ്മേ, അവിടെ കൺമണിയുള്ളതല്ലേ, കൺമണി അതിന് സമ്മതിക്കുമോ എന്ന് ചോദിക്കുകയാണ്. എന്നാൽ അത് കേട്ട് നല്ല ദേഷ്യത്തിൽ ആന്റിയമ്മ അത് ചോദിക്കാൻ കൺമണി ആരാണെന്ന് ചോദിക്കുകയാണ്. അവിടെ വലിഞ്ഞു കയറി താമസിക്കുന്നത് കൺമണിയാണ്, നീയാണ് കൃഷ്ണന്റെ ഭാര്യയാകേണ്ടവൾ. അതുകൊണ്ട് നീ ധൈര്യമായിട്ട് അവിടെ ചെന്ന് കൃഷ്ണന്റെ മുറിയിൽ തന്നെ തങ്ങിക്കോളാൻ പറയുകയാണ്. നീ കേണലിന്റെ വീട്ടിൽ അതിക്രമിച്ച് കയറി കൃഷ്ണന്റെ വീട്ടിൽ കയറി താമസിച്ചോളാൻ പറയുകയാണ് ആന്റിയമ്മ. അങ്ങനെ നല്ല കിടുക്കാച്ചി ഉപദേശം കൊടുത്തിരിക്കുകയാണ് ആന്റിയമ്മ. അങ്ങനെ മാനസ കേണലിന്റെ വീട്ടിലേക്ക് വലിഞ്ഞു കയറി താമസിക്കാൻ തയ്യാറാവുകയാണ്, പെട്ടിയെല്ലാം പാക്ക് ചെയ്യാൻ പോവുകയാണ്. അങ്ങനെ ആദ്യമായി ശ്രീദേവിയോട് ഒരു ബഹുമാനം തോന്നുകയാണ്. മാനസിക്ക് ഇതിലും വലിയൊരു പണി ഇനി കിട്ടാനില്ല. തുറന്നു കാണിക്കുന്ന കൃഷി കേണലിനെ കാണാൻ ചെന്നിരിക്കുകയാണ്. തുറന്ന് കൃഷി പിന്നെ കേണലിനോട്, കേണൽ സാർ എന്നെ അന്വേഷിച്ചു എന്ന് പറഞ്ഞു, എന്തു പറ്റി സാർ എന്ന് ചോദിക്കുകയാണ്. തുറന്ന് കേണൽ നല്ല ഗൗരവത്തിൽ പിന്നെ കൃഷ്ണനോട്, കൃഷി എന്തിനാണ് ഇങ്ങോട്ട് വന്നതെന്ന് ചോദിക്കുകയാണ്. തുറന്ന് കൃഷി ജീവിതം പഠിക്കാൻ എന്ന് പറയുകയാണ്. തുറന്ന് കേണൽ പിന്നെ കൃഷ്ണനോട്, കൺമണി എന്തിനാണ് ഇങ്ങോട്ട് വന്നതെന്ന് കൃഷ്ണനോട് ചോദിക്കുകയാണ്. എന്നാൽ അത് കേട്ട് കൃഷി, കൺമണി ഇങ്ങോട്ട് വന്നത് ഒരു പ്രോജക്റ്റിന് വേണ്ടി ഡിസൈൻ തയ്യാറാക്കാൻ. എന്നാൽ അത് കേട്ട് കേണൽ പിന്നെ കൃഷ്ണനോട്, പക്ഷെ ഇവിടെ നടക്കുന്നത് നേരെ തിരിച്ചാണ്, ജീവിതം പഠിക്കുന്നത് കൺമണിയാണ്, താൻ കൺമണിയെ ചുറ്റിപ്പറ്റി നടക്കുന്നു, നീയോട്ട് പണി ചെയ്യുന്നില്ല, കൺമണിയെ കൊണ്ട് നീ പണിയെടുക്കാനും സമ്മതിക്കുന്നില്ല, തന്നെ കൊണ്ട് ഞാൻ പറഞ്ഞ കാര്യങ്ങളൊന്നും സാധിച്ചെടുക്കാൻ സാധിക്കില്ല എന്ന് എനിക്ക് മനസ്സിലായിരിക്കുകയാണ്, തൊഴിലാളികളെ സ്വാധീനിക്കാൻ നിനക്ക് സാധിച്ചില്ലല്ലോ. എന്നാൽ അത് കേട്ട് കൃഷ്, അയ്യോ സാർ അങ്ങനെയൊന്നും പറയല്ലേ, എന്റെ മനസ്സൊന്നും മടുത്തിട്ടില്ല, ഞാൻ തൊഴിലാളികളുമായിട്ടൊന്ന് നേരിട്ട് കണ്ട് സംസാരിച്ചോളാം എന്ന് പറയുകയാണ്. ഞാൻ എന്തായാലും വന്ന കാര്യം പൂർത്തിയാക്കിയിട്ടേ മടങ്ങൂ എന്ന് പറയുകയാണ് കൃഷ്. എന്നാൽ അത് കേട്ട് കേണൽ, എനിക്ക് അങ്ങനെ തോന്നുന്നില്ല, നിന്റെ കാര്യത്തിൽ നിനക്ക് പ്രണയമാണ് മെയിൻ, എന്തായാലും തന്റെ കാര്യത്തിൽ എനിക്ക് വലിയ പ്രതീക്ഷയില്ല. എന്നാൽ അത് കേട്ട് കൃഷി നല്ല ഗൗരവത്തിൽ, മുമ്പ് സാറിങ്ങനെ പറഞ്ഞപ്പോൾ എന്റെ മനസ്സ് തളർന്നിരുന്നു, പക്ഷെ ഇപ്പോൾ എന്തായാലും സാറിങ്ങനെ പറയുമ്പോൾ എന്റെ മനസ്സ് തളരുന്നില്ല എന്ന് പറയുകയാണ്. എന്നാൽ അത് കേട്ട് കേണൽ പിന്നെ കൃഷ്ണനോട്, എന്തായാലും നീ ഇവിടെ വെറുതെ വന്ന് നിൽക്കണതല്ലേ, ഒരു കാര്യം ചെയ്യേ, ഇതും പറഞ്ഞുകൊണ്ട് കേണൽ കൃഷ്ണ ഒരു പെട്ടി കൊടുക്കുകയാണ്. ഇത് തൊഴിലാളികൾക്കുള്ള ശമ്പളമാണ്, അവിടെ മാനേജർ ശ്രീനിവാസനുണ്ട്, ഈ ക്യാഷ് നീ അയാളെ ഏൽപ്പിച്ചാൽ മതി, നിന്നെ കൊണ്ട് അതെങ്കിലും നടക്കട്ടെ എന്ന് പറഞ്ഞ് കൃഷ്ണ കളിയാക്കുകയാണ് കേണൽ. എന്നാൽ അത് കേട്ട് നല്ല ഗൗരവത്തിൽ കൃഷ പെട്ടിയും എടുത്തുകൊണ്ട് അവിടുന്ന് പോവുകയാണ്. അങ്ങനെ കൃഷ ആ തൊഴിലാളികളുടെ ശമ്പളമുള്ള പെട്ടിയുമായിട്ട് ആ തോട്ടത്തിലൂടെ ഇങ്ങനെ നടക്കുകയാണ്. എന്നാൽ ഈ സമയത്ത് അങ്ങോട്ടേക്ക് കൺമണി വരികയാണ്. തുറന്ന് കൃഷി പിന്നെ കൺമണിയെ വിളിക്കുകയാണ്. തുറന്ന് കൃഷി പിന്നെ കൺമണിയോട് ഡിസൈനിന്റെ കാര്യം എന്താ എന്ന് ചോദിക്കുകയാണ്. തുറന്ന് കൺമണി അതിന്റെ തയ്യാറെടുപ്പിലാണ്, വരച്ചു തുടങ്ങിയിട്ടില്ല, ആശയങ്ങൾ ഇങ്ങനെ സ്കെച്ച് ചെയ്യാൻ തുടങ്ങിയിട്ടേ ഉള്ളൂ എന്ന് പറയുകയാണ്. തുറന്ന് കൃഷി പിന്നെ കൺമണിയോട്, ഇന്ന് കൺമണിയുടെ തിരക്ക് കഴിഞ്ഞോ എന്ന് ചോദിക്കുകയാണ്. തുറന്ന് കൺമണി, എന്റെ തിരക്കെല്ലാം കഴിഞ്ഞോ, സാറിന് എന്തെങ്കിലും ആവശ്യമുണ്ടോ എന്ന് ചോദിക്കുകയാണ്. തുറന്ന് കൃഷി, എനിക്ക് കൺമണി ഒന്ന് കമ്പനി തരാമോ എന്ന് ചോദിക്കുകയാണ്. എന്നാൽ അത് കേട്ട് കൺമണിക്കൊന്നും മനസ്സിലാകുന്നില്ല. തുറന്ന് കൃഷി, തോട്ടത്തിൽ ഈ കാശ് കൊണ്ടു കൊടുക്കണം, തൊഴിലാളികളുടെ ശമ്പളമാണ്, എനിക്ക് ഒറ്റയ്ക്ക് പോകാൻ വയ്യ, നീയും കൂടി എനിക്കൊപ്പം വാങ്ങും, എനിക്കൊരു കമ്പനി തരാൻ പറയുകയാണ് കൃഷി. ഇത് കേണൽ സാർ ഏൽപ്പിച്ച പണിയാണെന്ന് പറഞ്ഞുകൊണ്ട് കൃഷി കൺമണിയുടെ തോളിൽ കൈവയ്ക്കുകയാണ്. എന്നാൽ അത് കണ്ട് കൺമണി, അയ്യോ സാർ അത് വേണ്ട, കേണൽ സാർ അറിഞ്ഞാൽ അത് വലിയ പ്രശ്നമാകും എന്ന് പറയുകയാണ് കൺമണി. എന്നാൽ അത് കേട്ട് കൃഷി, കേണൽ ഒന്നും അറിയാൻ പോകുന്നില്ല. എന്നാൽ ഈ സമയത്ത് അങ്ങോട്ടേക്ക് കേണൽ വരികയാണ്. രണ്ടുപേരും മാറി നിന്ന് സംസാരിക്കുന്ന കേണൽ ഇങ്ങനെ മാറി നിന്ന് ആസ്വദിക്കുകയാണ്. തുറന്ന് കൃഷി പിന്നെ കൺമണിയോട്, നീ വന്നില്ലെങ്കിൽ ഞാനിപ്പോൾ എന്ന് പറഞ്ഞുകൊണ്ട് കൃഷി കൺമണിയെ ഉമ്മ വയ്ക്കാൻ ഒരുങ്ങുകയാണ്. തുറന്ന് കൺമണി വീണ്ടും കൃഷ്ണനോട്, അയ്യോ സാർ, കേണൽ സാർ കാണുമെന്ന് പറയുകയാണ്. എന്നാൽ അത് കേട്ട് കൃഷി ഒരു പുച്ഛഭാവത്തിൽ, കേണൽ കണ്ടാലും കുഴപ്പമില്ല എന്ന് പറയുകയാണ്. വാ കൺമണി, നമുക്കൊന്ന് കറങ്ങിയിട്ട് വരാമെന്ന് പറയുകയാണ്. എന്നാൽ അപ്പോഴും കൺമണി ഞാൻ വരുന്നില്ല എന്ന രീതിയിൽ തന്നെ നിൽക്കുകയാണ്. തുറന്ന് കൃഷി 18ാം തടവ് പുറത്തെടുക്കുകയാണ്. ഓ, എന്റെ കൂടെ വരാൻ താല്പര്യമില്ലെങ്കിൽ വേണ്ട. എന്നാൽ അത് കേട്ട് ദേഷ്യം വന്ന കൺമണി പിന്നെ കൈ വീശിക്കൊണ്ട് കൃഷ്ണന്റെ മുഖത്തേക്ക് ചാക്കോച്ചി സ്റ്റൈല് ദേ ഒറ്റ കീറങ്ങട് തന്നാലുണ്ടല്ലോ. എന്നാൽ അത് കേട്ട് കൃഷ്, നിന്റെ ഇടികൊള്ളുന്നതും ഒരു രസമാണ്, ദേ ഇടിച്ചോ ഇടിച്ചോ എന്ന് പറഞ്ഞുകൊണ്ട് കൈ ഇങ്ങനെ വിരിച്ചു നിൽക്കുകയാണ് കൺമണിയോട് ഇടിച്ചോളാൻ പറഞ്ഞുകൊണ്ട്. എന്നാൽ അത് കേട്ട് കൺമണി ഒന്ന് ചിരിച്ചുകൊണ്ട് കൃഷിന്റെ താടിയിൽ പിടിച്ചുകൊണ്ട്, ഈ താടിക്കാരനെ കൊണ്ട് ഞാൻ തോറ്റു, വാ ഇങ്ങോട്ട് എന്ന് പറഞ്ഞുകൊണ്ട് കൃഷിന്റെ തോളിൽ കൈയിട്ടുകൊണ്ട് കൺമണി കൃഷ്ണൻ കൂട്ടിക്കൊണ്ട് ആ തോട്ടത്തിലെ തൊഴിലാളികളുടെ ശമ്പളം കൊടുക്കുന്നതിന് വേണ്ടി പോവുകയാണ്. എന്നാൽ ഇതെല്ലാം കണ്ടിങ്ങനെ ആസ്വദിച്ച് ഇങ്ങനെ ചിരിച്ചു നിൽക്കുകയാണ് കേണൽ സാറ്. മിക്കവാറും കേണൽ തന്റെ പഴയ ഓർമ്മകളിലേക്ക് പോയിട്ടുണ്ടാകും. തുറന്നു കാണിക്കുന്ന കൃഷും കൺമണിയും പരസ്യമായിട്ട് റൊമാൻസ് ചെയ്തുകൊണ്ട് ഇങ്ങനെ നടന്നു വരികയാണ്. നമുക്ക് മാത്രം സെറ്റ് ചെയ്തിരിക്കുന്ന അന്തരീക്ഷം, ചെറിയ തണുപ്പ്, അതിന്റെ എല്ലാം ഇടയിലൂടെ ഇളം കൺമണി, എനിക്ക് പ്രണയം വന്നില്ലെങ്കിലേ അത്ഭുതമുള്ളൂ. എന്നാൽ അത് കേട്ട് കൺമണി, ഇങ്ങനെയൊക്കെ പറയാൻ സാറിന് ആരാണ് പഠിപ്പിച്ചതെന്ന് ചോദിക്കുകയാണ്. എന്നാൽ അത് കേട്ട് കൃഷ്, മറ്റാര്, നീ തന്നെയാണ് കൺമണി എന്നെ ഇതൊക്കെ പഠിപ്പിച്ചത്. എന്നാൽ അത് കേട്ട് കൺമണി, എന്ത് ഞാനോ, ഞാനെപ്പോൾ പഠിപ്പിച്ചോ, ഇതൊന്നും എനിക്കറിയില്ല എന്ന് പറയുകയാണ് കൺമണി. എന്നാൽ അത് കേട്ട് കൃഷ്, അയ്യോ കൺമണിക്ക് കൺമണി ആരാണെന്ന് ശരിക്കും അറിയാഞ്ഞിട്ടാണ്, കൺമണിയുടെ വില എന്താണെന്ന് കൺമണിക്ക് അറിയില്ല എന്ന് പറയുകയാണ്. എന്നാൽ അത് കേട്ട് കൺമണി കൈയെല്ലാം കെട്ടി നിന്ന് കൃഷ്ണനോട് എന്റെ വില എത്രയാണെന്ന് ചോദിക്കുകയാണ്.
എന്നാൽ അത് കേട്ട് കൃഷ്, നീ എന്നെ കളിയാക്കുവാനടി കൊച്ചു കള്ളി. എന്നാൽ അപ്പോഴും കൺമണി, അല്ല സാർ, ഞാൻ കളിയാക്കിയതല്ല, സാറ് പറയാം എന്റെ വില എത്രയാണെന്ന് ചോദിക്കുകയാണ് കൺമണി. തുടർന്ന് കൃഷ് ഒന്ന് ചിരിച്ചുകൊണ്ട് പിന്നെ കൺമണിയോട് ഒരു ഉപമ പറയുകയാണ്. നിന്റെ കവിളിലും കണ്ണിലും തട്ടി വരുന്ന കാറ്റിന് പോലും കോടി വില കാണും, നീ നടന്നു വരുന്ന വഴിക്ക് പോലും കോടി വില കാണും, നീ ചിരിക്കുമ്പോൾ ചിതറുന്ന പ്രകാശത്തിന് പോലും വില കോടികളാണ്. അപ്പോൾ നിന്റെ വില എത്രയാണെന്ന് പറയണ്ടല്ലോ. എന്നാൽ അത് കേട്ട് കൺമണി ചിരിക്കുകയാണ്. എന്തിനാണ് ചിരിച്ചതെന്ന് മനസ്സിലാകുന്നില്ല. എന്റെ കാൽക്കുലേറ്ററിൽ അതിനുള്ള ഉത്തരം കിട്ടുന്നില്ല. എന്നാൽ ഈ സമയത്ത് അതുവഴി ഒരാൾ നടന്നു വരികയാണ്. തുടർന്ന് കൃഷ് അയാളോട് വഴി ചോദിക്കുകയാണ്. അയ്യോ ചേട്ടാ, ഈ തോട്ടം മാനേജർ ശ്രീനിവാസിന്റെ ഓഫീസ് എവിടെയാണെന്ന് ചോദിക്കുകയാണ്. തുടർന്ന് കൃഷിന് അയാൾ വഴി പറഞ്ഞു കൊടുക്കുകയാണ്. തുടർന്ന് അയാൾ പിന്നെ കൃഷ്ണനോട്, നിങ്ങൾ ഫാക്ടറിയിലെ പുതിയ സൂപ്പർവൈസറും ഭാര്യയാണല്ലേ എന്ന് ചോദിക്കുകയാണ്. എന്നാൽ അത് കേട്ട് കൃഷി തലയാട്ടുകയാണ്. തുടർന്ന് അയാൾ അവിടുന്ന് പോയ ശേഷം കൺമണി പിന്നെ കൃഷ്ണനോട്, സാർ എന്തിനാണ് അങ്ങനെ പറഞ്ഞതെന്ന് ചോദിക്കുകയാണ്. എന്നാൽ അത് കേട്ട് കൃഷി പിന്നെ കൺമണിയോട്, അയാൾക്ക് തോന്നുന്നെങ്കിൽ തോന്നിക്കോട്ടെ, കല്യാണം കഴിഞ്ഞ ഭാര്യ ഭർത്താവുമായിട്ടും ഇങ്ങനെ പ്രണയിക്കുന്നു അയാൾക്ക് തോന്നിക്കാളും, അയാൾക്ക് തോന്നുന്നെങ്കിൽ തോന്നട്ടെ, അതിലിപ്പോൾ എന്താണ് കുഴപ്പമെന്ന് ചോദിക്കുകയാണ് കൃഷ്. തുടർന്ന് കൃഷി കൺമണിയുടെ കൈ പിടിച്ചുകൊണ്ട് ആ തോട്ടം മാനേജർ ശ്രീനിവാസിന്റെ ഓഫീസിന്റെ അടുത്തേക്ക് ചെല്ലുകയാണ്. സ്കൂളിലേക്ക് പോകുന്ന ടുട്ടുമോനെയും ടുട്ടുമോളിയും പോലെ രണ്ടുപേരും കൈ പിടിച്ചുകൊണ്ട് ഇങ്ങനെ നടന്നു വരികയാണ്. ഈ സമയത്ത് കൃഷും കൺമണി ഓഫീസ് കാണുകയാണ്. തുടർന്ന് കൃഷി പിന്നെ കൺമണിക്ക് ഓഫീസ് കാണിച്ചു കൊടുക്കുകയാണ്. തുടർന്ന് കൃഷി പിന്നെ കൺമണിയോട്, വാ കൺമണി, നമുക്ക് അങ്ങോട്ട് പോകാം എന്ന് പറയുമ്പോൾ കൺമണി, ഞാൻ അങ്ങോട്ട് വരുന്നില്ല, സാറ് പോയിട്ട് ഈ ക്യാഷ് കൊടുത്തു വരാൻ പറയുകയാണ്, ഞാൻ ഈ കാവിൽ പോയിട്ടൊന്ന് പ്രാർത്ഥിച്ചു വരാമെന്ന് പറയുകയാണ് കൺമണി. തുടർന്ന് കൃഷി ആ ക്യാഷുമായിട്ട് ഓഫീസിലേക്ക് ഒറ്റയ്ക്ക് പോവുകയാണ്. തുടർന്ന് കൺമണി നേരെ പോകുന്ന ആ കാവിലേക്കാണ്. എന്നാൽ ഈ സമയത്ത് കൺമണി ആ കാവിലേക്ക് ചെല്ലുമ്പോൾ ആ കാവിൽ ഒരാളിരുന്ന് പ്രാർത്ഥിക്കുന്നുണ്ടായിരുന്നു. സമര നേതാവ് വാസുകിയാണ്. തുടർന്ന് വാസുകി കൺമണിയെ നോക്കുമ്പോൾ കൺമണി വാസുകിയുടെ മുഖത്ത് നോക്കി ചിരിക്കുകയാണ്. എന്നാൽ ആ ചിരി വാസുകിക്ക് അത്രയ്ക്ക് അങ്ങോട്ട് ഇഷ്ടപ്പെടുന്നില്ല. തുടർന്ന് വാസുകി അവിടുന്ന് പോകാൻ ഒരുങ്ങുമ്പോൾ കൺമണി വാസുകിയെ വിളിക്കുകയാണ്. തുടർന്ന് വാസുകി വെറുതെ അനാവശ്യമായിട്ട് കൺമണിയോട് ദേഷ്യപ്പെടുകയാണ്. എന്താ ഇത്ര ചിരിക്കാനെന്ന് ചോദിച്ച് കൺമണിയോട് ദേഷ്യപ്പെടുകയാണ്. നിങ്ങളൊക്കെ വലിയ ആളുകളാണ്, ഞങ്ങളെ പോലെയുള്ളവരൊക്കെ നിങ്ങളുടെ താഴെയാണെന്ന് പറയുകയാണ് വാസുകി. ഞങ്ങളെ വിട്ടേക്ക് മേഡം. എന്നാൽ അത് കേട്ട് കൺമണി പിന്നെ വാസുകിയോട്, നമ്മൾ രണ്ടുപേരും ഇപ്പോൾ ഈശ്വരന്റെ മുന്നിലാണ്, ഈശ്വരന്റെ മുന്നിൽ നമ്മളെല്ലാവരും ഒരുപോലെയാണ്, വലിയവനും ചെറിയവനും ഒന്നും തന്നെയില്ല, പിന്നെ ഞാൻ അത്ര വലിയ ആളൊന്നുമല്ല, വാസുകിയെ പോലെ തന്നെ ഒരാളാണ് ഞാനും വലിയ വിശ്വാസിയാ, വിഘ്നേശ്വരനാണ് എന്റെ ഇഷ്ടദൈവം, ഇവിടുത്തെ പ്രതിഷ്ഠ ഏതാണെന്ന് ചോദിക്കുകയാണ്. തുടർന്ന് വാസുകി ദുർഗയുടെ പേര് പറയുകയാണ്. തുടർന്ന് കൺമണി, ശക്തിയുള്ള പ്രതിഷ്ഠയാണെന്ന് ചോദിക്കുകയാണ്. തുടർന്ന് വാസുകി, ശക്തിയുള്ള പ്രതിഷ്ഠ തന്നെയാണ്, പക്ഷെ ഞാൻ പ്രാർത്ഥിക്കുന്നതൊന്നും ഇതുവരെ നടന്നിട്ടില്ല എന്ന് പറയുകയാണ്. പാവം ഫാക്ടറി തൊഴിലാളികളുടെ കുടുംബമെല്ലാം ഇപ്പോൾ പട്ടിണിയിലാണ്, അവരുടെ പട്ടിണി മാറ്റണേ എന്നാണ് ഞാൻ പ്രാർത്ഥിക്കാറ്, പക്ഷെ അത് ഇതുവരെയായിട്ട് നടന്നില്ല എന്ന് പറയുകയാണ് വാസുകി. എന്നാൽ അത് കേട്ട് കൺമണി വാസുകി ആശ്വസിപ്പിക്കുകയാണ്. വാസുകി പേടിക്കേണ്ട, എല്ലാത്തിനും പരിഹാരം ഉണ്ടാകുമെന്ന് പറയുകയാണ്. എന്നാൽ അത് കേട്ട് വാസുകി പിന്നെ കൺമണിയോട്, നിങ്ങളുടെ ഭർത്താവ് പരിഹരിക്കുമെന്നാണോ പറഞ്ഞു വരുന്നത്? അങ്ങനെയാണെങ്കിൽ എനിക്കത് വിശ്വാസമില്ല എന്ന് പറയുകയാണ് വാസുകി. അതൊരിക്കലും നടക്കില്ല, അയാളെ കൊണ്ട് അതിനൊരിക്കലും സാധിക്കില്ല എന്ന് തുറന്നടിച്ച് തന്നെ പറയുകയാണ് വാസുകി. എന്നാൽ അത് കേട്ട് കൺമണി, അത് സാധിക്കും, വാസുകി നോക്കിക്കോളാൻ പറയുകയാണ്. എന്നാൽ അത് കേട്ട് ഒരു പുച്ഛഭാവത്തിൽ വാസുകി കൺമണിയുടെ മുഖത്ത് നോക്കി ഒരു ഗോഷ്ടി കാണിച്ചുകൊണ്ട് അവിടുന്ന് പോവുകയാണ്. തുടർന്ന് കാണിക്കുന്ന കൺമണി ആ ഈശ്വരൻ മുമ്പിൽ പ്രാർത്ഥിക്കുകയാണ്. ഈ ഫാക്ടറിയിലെ തൊഴിലാളികളുടെ പ്രശ്നമെല്ലാം തീർത്ത് സമരം പെട്ടെന്ന് തന്നെ അവസാനിക്കണേ, അതുപോലെ സാഗർ സാറിന് കൃഷ്ണനോടുള്ള തെറ്റിദ്ധാരണ മാറണേ, സാഗർ സാറ് സുജാതമ്മയുടെ ക്രിട്ട് സാറിനെ അംഗീകരിക്കുന്ന ഒരു ദിവസം പെട്ടെന്ന് തന്നെ വരണേ എന്ന് പറഞ്ഞുകൊണ്ട് കൺമണി പ്രാർത്ഥിക്കുകയാണ്. തുടർന്ന് കാണിക്കുന്ന കൃഷാണ്. കൃഷ ആ കാശ് ശ്രീനിവാസിന് കൊടുത്തുകൊണ്ട് ഒറ്റയ്ക്ക് ഇങ്ങനെ നടന്നു വരികയാണ്. എന്നാൽ ഈ സമയത്ത് അങ്ങോട്ടേക്ക് കൃഷ്ണന്റെ മുന്നിലേക്ക് അയ്യപ്പൻ വന്ന് ചാടുകയാണ്. തുടർന്ന് അയ്യപ്പൻ കൃഷ്ണ കണ്ട് തന്റെ ദേഷ്യം കൃഷ്ണനോട് തീർക്കുന്നതിന് വേണ്ടി കൃഷ്ണ മുന്നിലേക്ക് വന്ന് ചാടി കൃഷ്ണനോട് ദേഷ്യപ്പെടുകയാണ്. നീ ഇതുവരെയായിട്ട് ഇവിടുന്ന് പോയില്ല അല്ലേ എന്ന് ചോദിച്ചുകൊണ്ട് കൃഷ്ണനോട് ദേഷ്യപ്പെടുകയാണ്. എന്താടാ നീ പോവാത്തെ മുതലാളിയുടെ വാലാട്ടിപ്പട്ടി എന്ന് പറഞ്ഞുകൊണ്ട് നല്ല ദേഷ്യത്തിൽ അയ്യപ്പൻ കൃഷ്ണനോട് ദേഷ്യപ്പെടുകയാണ്. എന്നാൽ അത് കേട്ട് ദേഷ്യം എന്ന കൃഷി ചൂണ്ടെല്ലാം കടിച്ചു പിടിച്ചുകൊണ്ട് വഴി മാറി പോടാ എന്ന് പറയുകയാണ്. എന്നാൽ അത് കേട്ട് ദേഷ്യം എന്ന അയ്യപ്പൻ പിന്നെ കൃഷ്ണനോട്, എന്റെ നാട്ടിൽ വന്ന് എന്നോട് വഴിമാറി പോടാന്നാ. എന്നാൽ അത് കേട്ട് ദേഷ്യം എന്ന കൃഷി നേരെ മുന്നിലേക്ക് നടന്നു വന്ന് അയ്യപ്പനെ പിടിച്ചു തള്ളുകയാണ്. എന്നാൽ ഈ സമയത്ത് അയ്യപ്പൻ തന്റെ കയ്യിലുണ്ടായിരുന്ന കത്തി എടുത്തിട്ട് കൃഷിന് നേരെ വീശുകയാണ്. എന്നാൽ അത് കണ്ട് കൃഷി വേഗം തന്നെ അയ്യപ്പന്റെ കൈ തട്ടി മാറ്റി അയ്യപ്പന്റെ കൈ ബലമായിട്ട് ഇങ്ങനെ പിടിച്ചു മാറ്റുകയാണ്. അങ്ങനെ കൃഷും അയ്യപ്പന് പരസ്യമായിട്ട് ആ നടുറോഡിൽ വെച്ച് കയ്യാങ്കളിയാണ്. എന്നാൽ ഈ സമയത്ത് അങ്ങോട്ടേക്ക് വാസുകി വരികയാണ്. വാസുകി ഓടിച്ചെന്ന് അയ്യപ്പന്റെ കയ്യിൽ നിന്ന് കത്തി തട്ടിപ്പറിച്ചു വാങ്ങുകയാണ്. തുറന്ന് ആ കത്തി ചൂണ്ടിക്കൊണ്ട് അയ്യപ്പനെ ഭീഷണിപ്പെടുത്തുകയാണ് വാസുകി. നിന്നോട് ഞാനാണ് പറയുന്നത്, വേഗം തന്നെ വീട്ടിൽ പോടാ എന്ന് പറഞ്ഞുകൊണ്ട് അയ്യപ്പനെ അവിടുന്ന് പറഞ്ഞു വിടുകയാണ്. തുറന്ന് അയ്യപ്പൻ അവിടുന്ന് പോയ ശേഷം വാസുകി പിന്നെ കൃഷ്ണനോട്, ഇവന്റെ കുത്തുകൊണ്ട് ചാവാതെ നിൽക്കാതെ വേഗം തന്നെ വീട് പിടിക്കാൻ നോക്ക്, അവന് ഭ്രാന്തിന്റെ സർട്ടിഫിക്കറ്റ് ഉള്ളതാണ്, കേസ് കൊടുത്തോണ്ടൊന്നും കാര്യമില്ല, വേണമെങ്കിൽ രക്ഷപ്പെട്ടോ. എന്നാൽ അത് കേട്ട് കൃഷി നല്ല ദേഷ്യത്തിൽ പിന്നെ വാസുകിയോട്, എന്തായാലും ഇത്ര പേരെത്തി, നിങ്ങൾ തൊഴിലാളികളുടെ പ്രശ്നത്തിന് ഒരു പരിഹാരം കാണാതെ ഞാൻ എന്തായാലും ഇവിടെ വിട്ട് പോകില്ല, അതിനുള്ളിൽ കുത്തുകൊണ്ട് ചാവുന്നുണ്ടെങ്കിൽ ഞാൻ ചത്തോട്ടെ എന്ന് വാസുകിയുടെ മുഖത്തടിച്ച പോലെ പറയുകയാണ് കൃഷ്.
തുടർന്ന് കൃഷ് നല്ല ദേഷ്യത്തിൽ നേരെ കൺമണിയുടെ അടുത്തേക്കാണ് ചെല്ലുന്നത്. എന്നാൽ കൺമണിയെ കാണുമ്പോൾ തന്നെ കൃഷ് ഓക്കെയാവുകയാണ്. തുടർന്ന് കൺമണിക്ക് കൃഷ്ണനെ കാണുമ്പോൾ തന്നെ സന്തോഷമാവുകയാണ്. തുടർന്ന് കൺമണി പിന്നെ കൃഷിയോട് എന്തായി കാശ് കൊടുത്തു എന്ന് ചോദിക്കുകയാണ്. തുടർന്ന് കൃഷ് ഞാൻ കാശ് കൊടുത്തു എന്ന് പറയുകയാണ്. തുടർന്ന് കൺമണി വീണ്ടും കൃഷിയോട് ഞാൻ ഇവിടെ അമ്പലത്തിൽ വെച്ച് വാസുകിയെ കണ്ടു എന്ന് പറയുകയാണ്. എന്നാൽ അത് കേട്ട് കൃഷും പിന്നെ കൺമണിയോട് ഞാനും വാസുകിയെ പുറത്തു വെച്ച് കണ്ടു. തുടർന്ന് കൃഷി പിന്നെ കൺമണിയോട് ഇവരുടെ ഗ്യാങ്ങിൽ അയ്യപ്പൻ എന്ന് പറയുന്ന ഒരു കക്ഷിയുടെ കഴുത്തുവെട്ടലാണ് അവന്റെ ഹോബി, അവൻ എന്നെ കത്തിയെടുത്ത് എന്നെ കൊല്ലാൻ വന്നു. എന്നാൽ അത് കേട്ട് കൺമണി ഒന്ന് ഞെട്ടി പേടിച്ചു നിൽക്കുകയാണ്. തുടർന്ന് കൃഷ് ഈ വാസുകി ഇടപെട്ടാണ് അവനെ പറഞ്ഞു വിട്ടത്. ഈ വാസുകി പറയുന്നത് അവന് ഭ്രാന്തിന്റെ സർട്ടിഫിക്കറ്റ് ഉണ്ടെന്നാണ്. എന്നാൽ അത് കേട്ട് കൺമണി അത് ദാരിദ്ര്യം കൊണ്ടുള്ള ഭ്രാന്താണെന്ന് പറയുകയാണ്. എനിക്കറിയാം കയ്യിൽ കാശില്ലാതെ വരുമ്പോഴുള്ള അവസ്ഥ. അച്ഛൻ അസുഖം ബാധിച്ച് കാശില്ലാതിരിക്കുന്ന സമയത്ത് ഞങ്ങളും ഇത് അനുഭവിച്ചറിഞ്ഞിട്ടുള്ളതാണ്. ഈ പാവങ്ങൾ അത്രയും വലിയ ഗതികേടിലായിരിക്കും സാർ. നമ്മൾ ഇങ്ങോട്ട് വന്നത് ഇവർക്കും കൂടി വേണ്ടിയാണെങ്കിലോ സാർ എന്ന് ചോദിക്കുകയാണ് കൃഷ്ണനോട്. എന്നാൽ അത് കേട്ട് കൃഷ്ണ ഒന്നും തന്നെ മനസ്സിലാകുന്നില്ല. തുടർന്ന് കൺമണി പിന്നെ വിശദീകരിച്ചു കൊടുക്കുകയാണ് കൃഷ്ണന്. എന്ന് വെച്ചാൽ സാറിന് ജീവിതം പഠിപ്പിക്കുക എന്നതിനപ്പുറം ഇവർക്ക് നല്ലൊരു ജീവിതം ഉണ്ടാക്കി കൊടുക്കാൻ വേണ്ടിയാണോ നമ്മൾ ഇങ്ങോട്ട് വന്നതെന്ന് ചോദിക്കുകയാണ് കൺമണി. ഈ പാവങ്ങൾക്ക് നമ്മൾ കാരണം നല്ലൊരു ജീവിതം കിട്ടുകയാണെങ്കിൽ അതിനും വലിയ പുണ്യം മറ്റൊന്നുമില്ല. നമുക്ക് പ്രാധാന്യം നമ്മുടെ പ്രണയവും നമ്മുടെ കല്യാണമൊക്കെ ആണെങ്കിൽ അവർക്ക് പ്രാധാന്യം അവരുടെ വിശപ്പാണ്. വിശപ്പിനോളം വരില്ല മറ്റൊന്നും. എന്നാൽ അത് കേട്ട് കൃഷ് അവരെ എങ്ങനെയെങ്കിലും രക്ഷപ്പെടുത്തണം എന്ന് തന്നെയാണ് ഞാൻ ഇപ്പോൾ ആത്മാർത്ഥമായി ആഗ്രഹിക്കുന്നത്. ഇവിടെ ഒരു സാധാരണ ജീവിതം ജീവിച്ചു തുടങ്ങിയപ്പോഴാണ് എനിക്ക് ചില കാര്യങ്ങളൊക്കെ മനസ്സിലായി തുടങ്ങിയത്. കുറച്ചു നേരമായി ഞാൻ ആലോചിക്കുകയായിരുന്നു, കേണൽ സാറും തൊഴിലാളികളും ഒരുപോലെ നേട്ടമുണ്ടാക്കുന്ന ഒരു ഒത്തുതീർപ്പ് ഫോർമുല അതെങ്ങനെ സാധിക്കുമെന്ന് ഞാൻ ചിന്തിക്കുകയായിരുന്നു. എന്നാൽ അത് കേട്ട് കൺമണി എന്നിട്ട് ചിന്തിച്ചോ എന്ന് ചോദിക്കുകയാണ്. തുറന്ന കൃഷ് എന്റെ മനസ്സിൽ തോന്നിയ ഒരു ആശയം ഞാൻ എന്തായാലും കൺമണിയോട് പറയാം, അത് വർക്കൗട്ട് ആകുമോ ഇല്ലയോ എന്ന് കൺമണി തന്നെ പറയാം. എന്നാൽ അത് കേട്ട് കൺമണി ആകെ ആകാംക്ഷപരിധിയായി നിൽക്കുകയാണ്. പറ സാർ എന്ന് പറഞ്ഞ് കൃഷ്ണനോട് അത് പറയിക്കുകയാണ്. തുറന്ന് കൃഷ് അത് പറയുകയാണ്, ഈ ഫാക്ടറിയിൽ 100 ജീവനക്കാരുണ്ട്. ഒരാളുടെ ശമ്പളം 10,000 രൂപ, 100 പേർക്ക് കൂടി 10 ലക്ഷം രൂപ മാസ ശമ്പളം. അപ്പോൾ ഒരു ദിവസം 1 മണിക്കൂർ പ്രൊഡക്ടിവിറ്റി കൂട്ടിയാൽ ഫാക്ടറിയുടെ ഒരു ദിവസത്തെ അധിക വരുമാനം 1 ലക്ഷം രൂപയാണ്. എന്നാൽ അത് കേട്ട് ഞെട്ടി നിൽക്കുകയാണ് കൺമണി. അങ്ങനെ കൃഷ് ആരുടെയും സഹായം കൂടാതെ സമരം തീർക്കാനുള്ള ഒരു ഒത്തുതീർപ്പ് ഫോർമുല കണ്ടെത്തിയിരിക്കുകയാണ്. ഇതും കാണിച്ചുകൊണ്ടാണ് ഇന്നത്തെ എപ്പിസോഡ് തീരുന്നത്.